ആയുസ്സിന്റെ ശാസ്ത്രമാണ് ആയുർവേദം. ആ ആയുർവേദം നമ്മുടെ പരമ്പരമായ ഈ ഒരു ആയുർവേദ രംഗത്തെ ലോകത്തിന് മുന്നിലേക്ക് അടയാളപ്പെടുത്തുകയാണ് കല്യാട് നിർമ്മിച്ചിരിക്കുന്ന ഈ ആയുർവേദ റിസർച്ച് സെന്ററിലൂടെ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കെ ശൈലജ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇത്തരം ഒരു പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. നമ്മോടൊപ്പം ടീച്ചർ തന്നെ ചേരുകയാണ്. ടീച്ചറെ, നമ്മളൊരു സ്വപ്നമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ആരോഗ്യ രംഗത്തേക്കുള്ള കാര്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. എങ്ങനെയാണ്? തീർച്ചയായിട്ടും സ്വപ്നം എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുമ്പോൾ ഇത്തിരി വലുതായി കാണുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ എത്ര സ്വപ്നം കണ്ടാലും അതിനൊരു പരിമിതി കേരളത്തിന് ഉണ്ടാവാറുണ്ട്. എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഗവൺമെന്റും എല്ലാം വലിയ സ്വപ്നങ്ങൾ കാണാനാണ് ഇപ്പോൾ ജനങ്ങളെയും ഗവൺമെന്റിനെയും എല്ലാം പ്രേരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്ര മനോഹരമായി ഇത്ര അന്തസ്സായിട്ട് യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ് ഇതിന്റെ ശിലാസ്ഥാപനം നടന്നത്. നമ്മൾ വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്. ഇതിന്റെ 1ാം ഘട്ടം ആണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ റിസർച്ച് ലാബും അതിന്റെ റിസർച്ചിന് സൗകര്യപ്പെടുന്ന രീതിയിലുള്ള ഹോസ്പിറ്റൽ, 100 കിടക്കകളുള്ള ആശുപത്രിയാണ്. അതുണ്ട്. റിസർച്ച് ചെയ്യാനുള്ള വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ വരുമ്പോൾ അവർക്ക് ഇവിടെ തങ്ങി റിസർച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിന്റെ മാനുസ്ക്രിപ്റ്റ് റീഡിംഗ് സെന്റർ അത്രയാണ് ഇപ്പോൾ പൂർത്തിയാവുന്നത്. അപ്പോൾ ഇതൊരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. കാരണം എല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങുമ്പോൾ ആ കോൺട്രാക്ടർക്ക് ഒരു ചെറിയ പ്രശ്നം വന്നതുകൊണ്ട് അത് പകുതി തുടങ്ങിയിട്ട് നിന്നുപോയൊരു പ്രോജക്റ്റ് ആയിരുന്നു. പക്ഷേ ഗവൺമെന്റ് അത് വീണ്ടും ടേക്കപ്പ് ചെയ്തു, റീടെൻഡർ ചെയ്തു. ഇപ്പോൾ ഈ വർക്ക് ഇങ്ങനെ നടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഡിപ്പാർട്ട്മെന്റിനെയും ബഹുമാനപ്പെട്ട മന്ത്രി ഈ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി നേരിട്ട് അവലോകനം ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അങ്ങനെ ശ്രദ്ധിച്ചു. നാഷണൽ ആയുഷ് മിഷന്റെ SMD ആയിട്ട് ശ്രീ സജിത് ബാബു IAS വന്നപ്പോൾ അതൊരു വലിയ തോതിൽ നല്ല സ്പീഡായിട്ട് അനിലുണ്ട് ഇവിടെ. ഇവരെല്ലാവരും ചേർന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നല്ല ഇനീഷ്യേറ്റീവ് കൂടി ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴുണ്ടാകും. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ കിറ്റ്കോ ആണ് ഇത് എടുത്തിട്ടുള്ളത്. കിറ്റ്കോയുടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. അപ്പോൾ അതെല്ലാം അതത് സമയം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു സ്ഥാപനം ഈ സമയത്ത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത്. ഏതായാലും 20-ാം തീയതിയോടുകൂടി ഇത് ഫംഗ്ഷനിലാവുകയാണ്. ഫംഗ്ഷനിലാവുക എന്ന് നോക്കുമ്പോൾ തുടക്കത്തിൽ അതിൻ്റെ കുറച്ച് കാലം അതിൻ്റെ ഒരു രീതി കൈവരിക്കാൻ എടുക്കും. അത്രയും വലിയൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്തായാലും കെട്ടിടം പൂർത്തിയായി. നമ്മൾ 20-ന് മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ മറ്റെല്ലാ റിസർച്ച് വിങ്ങിൻ്റെ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. അക്കാദമിക് ആയിട്ടുള്ളതിൻ്റെ കാര്യങ്ങളും ക്ലിനിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പതിയെ അതിന് കുറച്ച് ദിവസം പിടിക്കും അതിൻ്റെ ഫുൾ സ്വിങ്ങിലേക്ക് വരാൻ. എന്തായാലും ഉദ്ഘാടനം ചെയ്ത് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഹോസ്പിറ്റലും റിസർച്ചും ഒക്കെ ആരംഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സമാന്തരമായി മറ്റു കാര്യങ്ങളും കൂടി പ്ലാനുണ്ട്. ആ പ്ലാനിങ് അനുസരിച്ച് എല്ലാ കാര്യവും നടക്കും. ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഭാവിയിൽ ഒരുപാട് അസുഖങ്ങൾക്ക്, ഇപ്പോൾ നേരത്തെ തന്നെ SMD പറഞ്ഞു, അവിടെ പറയുമ്പോൾ തന്നെ ഇത് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള റിസർച്ചാണ് നടത്താൻ ആദ്യം തന്നെ ഉദ്ദേശിച്ചത്. അതുപോലെ ആൻറ്റി ഏജിങ്, ആയുർവേദത്തിലെ ജീവിതചര്യകളാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത് വെച്ചിട്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി അത്യാവശ്യ ഗുണമുള്ള ഔഷധങ്ങൾ കഴിച്ച് എങ്ങനെ ഈ ആളുകൾക്ക് കൂടുതൽ ജീവിക്കാം, അതാണ് വളരെ പെട്ടെന്ന് പ്രായാധിക്യം തോന്നുന്നതിന് പകരം ശരീരവും മനസ്സും ശക്തമാക്കി എങ്ങനെ നല്ല ആരോഗ്യമുള്ളവർ 100 വയസ്സായാലും നല്ല ആരോഗ്യമുണ്ട് എന്ന് പറയുന്നിടത്തേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ പരിശ്രമം. അതായിരിക്കും ഇവിടുത്തെ ആദ്യത്തെ റിസർച്ച്. ആൻറ്റി ഏജിങ്ങിന്, അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഔഷധങ്ങൾ കണ്ടെത്താനുള്ള റിസർച്ച്. അത് ഈ നാട്ടിന് വലിയ അനുഗ്രഹമാകും. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തേടി ആളുകൾ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ ആകെ അഭിമാനമായിട്ടുള്ള, ഇന്ത്യക്ക് തന്നെ മോഡലായിട്ടുള്ളൊരു പ്രോജക്റ്റായിട്ട് നമ്മളിത് പൂർത്തിയാക്കുകയാണ്. കുറേയും കൂടി വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലേക്കും പ്രവേശിക്കാൻ സാധിക്കുക. പക്ഷെ അതിനൊട്ടും കാലതാമസം ഉണ്ടാകരുത്. ഓരോന്നും ചെയ്യേണ്ട ഘട്ടത്തിൽ പൂർത്തിയാക്കുക എന്നൊരു ടാർഗറ്റ് വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഗവൺമെൻറ് ചെയ്യുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഏതായാലും വളരെ കണ്ടിട്ടുള്ള സ്വപ്നം അതിനേക്കാൾ മനോഹരമായി യാഥാർത്ഥ്യമാകുമ്പോഴുണ്ടാകുന്ന സംതൃപ്തി, അതാണ് നമുക്ക് ഉണ്ടാകുന്നത്. നാട്ടുകാർക്ക് ഏറ്റവും വലിയൊരു അസറ്റായിരിക്കും ഈ സ്ഥാപനം. എന്നാൽ വേറെ പ്രതീക്ഷയോടെ തന്നെയാണ് ജനങ്ങളും ഇത് നോക്കിക്കാണുന്നത്. ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ആദ്യമായാകും ആയുർവേദ മേഖലയിലുള്ള ഒരു റിസർച്ച് സ്ഥാപനം സ്ഥാപിക്കുന്നത്. അത് നമ്മുടെ മട്ടന്നൂർ മണ്ഡലത്തിൽ ഈ കല്യാടാണ്
സ്ഥാപിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു രീതിയിൽ ഇതിന് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കല്യാട് റിസർച്ച് സെന്ററിൽ നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം കിസ്നിഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.